ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന ഈ ആഴ്ചയിലെ സാമാന്യ വാരഫലമാണ്. മേടക്കൂർ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തികാല്. കർമ്മരംഗത്ത് മന്ദത അനുഭവപ്പെടും. പണയ സ്വർണം തിരിച്ചെടുക്കാൻ കാലതാമസം വരും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ തടസ്സം നേടും. കുടുംബത്ത് സമാധാനಕ್ಕೆ കുറവുണ്ടാകും. മൊത്തം ഒരു മന്ദത അനുഭവപ്പെടുന്ന കാലഘട്ടമാണിത്. ഇടവക്കൂറ്: കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കും. കിട്ടാക്കടങ്ങൾ തിരികെ കിടക്കും. മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ പുനരാരംഭിക്കും. വീട്ടിൽ സമാധാനവും ഐശ്വര്യവും കളിയാടും. തൃപ്തികരമായിരിക്കും. മിഥുനക്കൂറ്: മകീര, അര, തിരുവാതിര, പുണർതം, മുക്കാല്. തൊഴിൽപരമായി തിരക്കുകൾ വർദ്ധിക്കും. പഴയ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കാനുള്ള അവസരമുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും. എന്നാൽ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കർക്കിടകക്കൂറ്: പുണർതം കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ. വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്താനും അവരിൽ നിന്ന് സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും. സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കും. എന്നാൽ ശാരീരികമായി അസുഖങ്ങൾ വന്നുകൂടാനുള്ള സാധ്യതയും കൂടിയുണ്ട്. ചിങ്ങക്കൂറ്: മകം, പൂരം, ഉത്രം കാല നക്ഷത്രങ്ങൾ. കാർഷിക വൃത്തി ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട സമയമാണിത്. ക്ഷീര കർഷകർക്കും ഈ സമയം അനുകൂലമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഉയർച്ച കാഴ്ചകൾ അനുഭവപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സമയമാണിത്. തീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാകും. കന്നിക്കൂറ്: ഉത്രം മുക്കാല്, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ. സാമ്പത്തികമായി പ്രയാസമുള്ള കാലഘട്ടമാണിത്. തൊഴിൽ മേഖലയിലും ബിസിനസ് രംഗത്തും മാന്ദ്യം അനുഭവപ്പെടും. കടം വാങ്ങാനുള്ള പ്രവണത വർദ്ധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പണം ചെലവഴിക്കേണ്ടി വരും. തുലാക്കൂറ്: ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രങ്ങൾ. ജോലി തിരക്ക് വർദ്ധിക്കുമെങ്കിലും പ്രതീക്ഷിച്ച ലാഭം ആ ജോലിയിൽ നിന്ന് ലഭിക്കുകയില്ല. ജോലിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളോ കേസുകളോ വന്നു വിട്ടേക്കാം. എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നു ചേരും. വൃശ്ചികക്കൂറ്: വിശാഖം കാല, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ധനപരമായി മേന്മയുള്ള കാലഘട്ടമാണിത്. തൊഴിൽ രംഗത്ത് പുതിയ ഉണർവ് അനുഭവപ്പെടും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും സഹായിക്കും. എല്ലാം കൊണ്ടും പുരോഗതി കൈവരിക്കുന്ന സമയമാണിത്. ധനുക്കൂറ്: മൂലം, പൂരാടം, ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ. ഗുണദോഷ സമ്മിശ്രമായ ആഴ്ചയായിരിക്കും ഇത്. തൊഴിൽ രംഗത്ത് നിന്ന് സാമാന്യം ധനം ലഭിക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ വഴി ധനം നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കും. അതുവഴി നേട്ടമുണ്ടാക്കും. സന്താനങ്ങൾക്ക് പുതിയ ജോലി അവസരങ്ങൾ വന്നു ചേരും. മകരക്കൂറ്: ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടാര നക്ഷത്രങ്ങൾ. ആരോഗ്യപരമായി മേന്മ കുറയും. കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടും. സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കുടുംബത്തിൽ അസ്വസ്ഥതകൾ രൂപപ്പെടും. കുംഭക്കൂറ്: അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങൾ. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തീർത്ഥയാത്രകൾക്കും വിനോദയാത്രകൾക്കും സാധ്യതയുണ്ട്. അടുത്ത മീനക്കൂർ നക്ഷത്രങ്ങൾ. പൂരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ മിക്കവാറും മംഗളമായി നടക്കും. വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകും. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല കാലഘട്ടമാണിത്. തൊഴിൽ രംഗത്ത് ബിസിനസ് രംഗത്തും നല്ല വളർച്ചയുണ്ടാകും. കോൺട്രാക്ട് ജോലി ചെയ്യുന്നവർക്ക് കുടിശ്ശികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും ഈ വാരം ഇവർക്ക് വളരെ മെച്ചപ്പെട്ട വാരമാണ്. ഇത് പൊതുഫലം മാത്രമാണ്. ഓരോരുത്തരെയും ഗ്രഹനില അനുസരിച്ചും ജാതക സമയം അനുസരിച്ചും അവരുടെ ദശാകാലം അനുസരിച്ചും ഒക്കെ ഈ ഫലത്തിൽ മാറ്റം വരുവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. നമസ്തേ.